എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു വീഡിയോ ഞാൻ കുറച്ച് മുമ്പ് കാണുകയുണ്ടായി. അത് കണ്ടപ്പോൾ നല്ല വിഷമം തോന്നി. അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് തോന്നി. വിഷമം മാത്രമല്ല കേട്ടോ, എനിക്ക് ദേഷ്യമാണ് ശരിക്കും പറഞ്ഞാൽ തോന്നിയത്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തിൻ്റെ പോക്ക് ഇത് എങ്ങോട്ടാണെന്ന് ഒരു തരത്തിൽ ചിന്തിച്ചിട്ട് മനസ്സിലാവുന്നില്ല. ഇത് എന്ത് തരം പോക്കാണ്? ഇതിന് ഒരു തടയിടാനായിട്ട് ആരും ഇല്ലല്ലോ എന്നൊക്കെ ഓർക്കുമ്പോഴുണ്ടല്ലോ ലജ്ജാവഹമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ. എന്തൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും എന്തൊക്കെ വികസനം നടക്കുന്നു എന്ന് പറഞ്ഞാലും എന്താണ് മനുഷ്യർക്ക് തമ്മിൽ ഐക്യത ഇല്ലെങ്കിൽ പിന്നെ എന്തുണ്ടായിട്ട് എന്ത് കാര്യം അല്ലേ? നമ്മൾ ഇത്രയും നാളും ഒരുപോലെ കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ എനിക്ക് തോന്നുന്നു 1-2 വർഷത്തിനകത്താണ് ഇത്രയേറെ വർഗീയത ജനങ്ങളിലേക്ക് പകർന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇതിന് കാരണമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു അതിൽ വലിയൊരു പങ്ക് സോഷ്യൽ മീഡിയയ്ക്ക് തന്നെയാണ്. ഈ വർഗീയത ജനങ്ങളുടെ ഉള്ളിലേക്ക് കുത്തിക്കയറുന്നതിന് ഒരു പങ്ക്, നല്ലൊരു പങ്ക് പിന്നെ എന്താണ് ഈ പറയുന്നത് പോലെ സോഷ്യൽ മീഡിയയ്ക്ക് തന്നെയാണെന്നേ ഞാൻ പറയുള്ളൂ. അതിന് എന്നെ ആർക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇനി എന്തായാലും ശരിയാണ്, ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. പിന്നെ ഹിന്ദുക്കൾ മുസ്ലിങ്ങളെ ഉപദ്രവിക്കുന്നു, മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ ഉപദ്രവിക്കുന്നു. ഈ 2 കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുതാ മനോഭാവത്തിൽ ഇങ്ങനെ ഇരിക്കുന്നു. എന്നാൽ കുറേ ആളുകൾ പറയും മുസ്ലിങ്ങൾക്ക് അങ്ങനെ ആരോടും ഒരു ശത്രുതയില്ലെന്ന്. യഥാർത്ഥ മുസ്ലിങ്ങൾക്ക് ആരോടും അങ്ങനെയൊന്നും ഉണ്ടാവില്ലായിരിക്കും. കാരണം അവർ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് അവർക്ക് അങ്ങനെയൊന്നും തോന്നില്ല. അതുപോലെ തന്നെ ഹൈന്ദവർക്കും ദൈവത്തെ അറിഞ്ഞ് ഈശ്വരനിൽ വിശ്വസിച്ച് ജീവിക്കുന്ന വിശ്വാസികളായ ഹൈന്ദവർക്ക് ഇടയിൽ ഒന്നും ഉണ്ടാവില്ല. ഈ വർഗീയതയോ വിദ്വേഷമോ ഒന്നും ഉണ്ടാവില്ല. ഇത് ഒന്നുമല്ലാതെ മതഭ്രാന്ത് പിടിച്ച് കിടക്കുന്ന കുറച്ച് അധികം ആളുകളുണ്ട്, 2 കൂട്ടത്തിലും ഉണ്ട്. എന്നാൽ ക്രിസ്ത്യാനികൾ ഇതിലൊക്കെ കുറച്ച് പുറകിലോട്ടാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ കട്ടയ്ക്ക് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തന്നെയാണെന്നുള്ള കാര്യത്തിൽ എന്നെ ഇനി ഏതൊക്കെ തരത്തിൽ ആളുകൾ വിമർശിച്ചാലും തെറി വിളിച്ചാലും ഞാൻ തുറന്ന് പറയുന്ന ഒരു കാര്യം തന്നെയാണത്. പിന്നെ എനിക്ക് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം നടന്ന ഒരു സംഭവമാണ് എനിക്കിത് പറയാനായിട്ടുള്ളൊരു കാര്യങ്ങൾ. ഞാൻ പലപ്പോഴും വീഡിയോ ചെയ്തിട്ടുണ്ട്, മുസ്ലിങ്ങളെ ഹിന്ദുക്കൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം എനിക്ക് മതം, രാഷ്ട്രീയം, വർഗീയത ഇതൊന്നും പറയാൻ തീരെ താല്പര്യമില്ല. പിന്നെ മതപരമായിട്ട് പറയുകയാണെങ്കിൽ എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് സൗഹാർദ്ദത്തോടു കൂടി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ നമ്മുടെ ദേശീയ പതാകയുടെ കളർ എന്താണ്? അതൊന്ന് ഓർത്ത് നോക്കൂ. 3 വർണ്ണങ്ങൾ ചേരുന്നതല്ലേ നമ്മുടെ ദേശീയ പതാക. അതുപോലെ 3 തരം മതവിഭാഗക്കാരും ഒറ്റ കെട്ടായിട്ട് ഒരേ മനസ്സോടുകൂടി നിൽക്കണം. അങ്ങനെയുള്ളൊരു ഭാരതമാണ് എൻ്റെ സ്വപ്നം. എൻ്റെ സ്വപ്നം അതാണ്, സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ. അപ്പോൾ എന്താണ് അവിടെ ഇവിടെയും കിടന്ന് തല്ലും വഴക്കും ഒക്കെ ഉണ്ടാവുന്നത് കാണുമ്പോൾ, പ്രത്യേകിച്ച് 2 മതവിഭാഗക്കാർ തമ്മിൽ ഇങ്ങനെ കിടന്ന് കലഹിക്കുന്നത് കാണുമ്പോൾ ശരിക്കും എന്താണ് തോന്നുന്നത്? ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോൾ അടുത്ത സമയത്ത് ഒരു മതഭ്രാന്തിയുടെ ജൽപ്പനങ്ങൾ ഞാൻ വീഡിയോ ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അവൾ എന്തോ അട്ടഹസിച്ച് സന്തോഷമായിട്ടിരിക്കുകയായിരുന്നെന്നറിയാമോ? കാരണം എന്താണ്, പള്ളികളിൽ ബാങ്ക് വിളി പിന്നെ മൈക്ക് വെച്ചിട്ട് പാടില്ലെന്ന് പറഞ്ഞൊരു ഓർഡർ കിട്ടി. ഒരു ഓർഡർ അവിടുത്തെ ഭരണാധികാരി ഉത്തരവിട്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരത്തേക്ക് ഭയങ്കര അഹങ്കാരത്തോടു കൂടി അവൾ വന്നിട്ട് ഭയങ്കരമായിട്ട് സംസാരിച്ചു. ആ പരിശുദ്ധ ഗ്രന്ഥത്തെ അപമാനിക്കുന്ന തരത്തിലൊക്കെ അവൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഓപ്പോസിറ്റായിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം എനിക്കിതൊന്നും കണ്ടിട്ട് ദഹിക്കുന്നില്ല. കാരണം എന്തിനാണ് അങ്ങനെ? ഓരോരുത്തർക്കും അവരവരുടെ വിശ്വാസങ്ങളായിരിക്കും. ആ വിശ്വാസങ്ങളിൽ നിന്നാണ് അവരവർ ജീവിക്കുന്നത്. ഇപ്പോൾ ബൈബിളിനെ ഇഷ്ടപ്പെടുന്ന ഒരാൾ ഖുറാനെ കുറ്റം പറയേണ്ട കാര്യമില്ല, ഖുറാനെ ഇഷ്ടപ്പെടുന്ന ഒരാൾ ഭഗവത്ഗീതയെ കുറ്റം പറയേണ്ട കാര്യമില്ല. ഇത് 3ലും അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ ഒരുപോലെ ആയിരിക്കും ഏകദേശം. ഒരു ദൈവങ്ങളും പറയുന്നില്ല നിങ്ങൾ തമ്മിൽ വെട്ടിച്ചാവാനും കുത്തിച്ചാവാനും ഒന്നും. പിന്നെ അഥവാ ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ അങ്ങനെ പറയുന്നെങ്കിൽ തന്നെ അതിനെ നമ്മൾ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. അത് അവർ ഫോളോ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ അത് അവരുടെ താല്പര്യം. ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ അയലത്തെ വീട്ടിലോട്ട് നോക്കുന്ന പരിപാടി അങ്ങ് നിർത്തിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മനസ്സിന് സമാധാനം കിട്ടും. ഇല്ലേ? ഒരു സിനിമ തന്നെയുണ്ട്, പണ്ടത്തെ ഒരു സിനിമ തന്നെയുണ്ട്, അയലത്തെ അദ്ദേഹം ഒന്നും അങ്ങനെ ഏതാണ്ട് പറയുന്നൊരു സിനിമയുണ്ട്. സംഭവം ആ ചിത്രത്തിലെ നായിക എങ്ങനെയെന്ന് വെച്ചാൽ തൻ്റെ ഭർത്താവിൻ്റെ നല്ല മനസ്സും നല്ല വശങ്ങളും ഒന്നും കാണുന്നില്ല. അയലത്തെ അദ്ദേഹം ഭാര്യയെ സ്നേഹിക്കുന്നു, ഭാര്യയ്ക്ക് വാരിക്കൊടുക്കുന്നു, ഭാര്യയ്ക്ക് ചുംബനം നൽകുന്നു. ഇതൊക്കെ ഒരു ജനലിൻ്റെ മറവിൽ നിന്ന് അവൾ നോക്കുകയാണ്. അത് നോക്കിയിട്ട് ഇത് കണ്ടിട്ട് എന്താണ് സ്വന്തം ഭർത്താവിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ലാസ്റ്റാണ് മനസ്സിലാക്കുന്നത് ഭാര്യയെ ഫുൾ ടൈം ഇങ്ങനെ സൂചിപ്പിച്ചുകൊണ്ടിരുന്ന അയലത്തെ അദ്ദേഹം മറ്റൊരു
സ്ത്രീയുമായിട്ട് ഇഷ്ടത്തിലാണ് എന്നുള്ള സംഭവം അറിയുന്നത്. പിന്നീടാണ് പുള്ളിക്കാരത്തിയുടെ ഭർത്താവിൻ്റെ ഗുണം എന്താണെന്ന് മനസ്സിലാവുന്നത്. എന്ന് പറഞ്ഞ പോലെയാണ് ഇന്നത്തെ കാലത്ത് ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിക്കയറ്റിക്കൊണ്ടിരിക്കുന്നത്. അവരവരുടെ മതഗ്രന്ഥത്തിൽ എന്താണ് എന്നുള്ളത് നോക്കിയിട്ട് അത് ഫോളോ ചെയ്ത് പോവുകയല്ല ചെയ്യുന്നത്. മറ്റൊരാളുടെ ഗ്രന്ഥത്തിൽ എന്താണ് എഴുതി വെച്ചിരിക്കുന്നതെന്ന് നോക്കിയിട്ട് അതിൻ്റെ കുറ്റങ്ങളും കുറവുകളും എടുത്തു പറഞ്ഞ് അവരെ ഇങ്ങനെ ഇട്ട് പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഞാൻ ഈ പറഞ്ഞത് കേട്ടോ, പറഞ്ഞു വന്നത്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ, അതൊരു സൈഡിലേക്ക് നിൽക്കട്ടെ. ഇപ്പോഴത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ രാജ്യത്തിൻ്റെ പോക്കിനെ പറ്റി ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും ഉണ്ടായ ഒരു പ്രശ്നമാണ്. അത് പലരും നിങ്ങളിൽ കേട്ടിട്ടുണ്ടാവാം, കേട്ടിട്ടില്ലാതിരിക്കാം. എന്തായാലും ഞാനിത് കേട്ടപ്പോൾ എൻ്റെ ചാനലിൽ വന്നിട്ട് ഇതും അവതരിപ്പിക്കണമെന്ന് എനിക്ക് തോന്നി. കാരണം എല്ലാവരും എല്ലാം അറിയണം, ഒന്നും ആരിൽ നിന്നും മൂടി വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ സംഭവിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ, സൗത്തിലാണ്, ആന്ധ്രാപ്രദേശിൽ നടന്നൊരു കാര്യമാണ്. ആന്ധ്രാപ്രദേശിൽ പിന്നെ അയ്യപ്പന്മാർ വരികയായിരുന്നു. വാനോ ഹൊമിനിയോ അങ്ങനെ ഏതാണ്ട് ഒരു വാഹനത്തിൽ അയ്യപ്പന്മാർ വരികയായിരുന്നു. കുറേ അയ്യപ്പന്മാരുണ്ടായിരുന്നു. നമ്മൾ കേരളത്തിലൊക്കെ പണ്ടൊക്കെ ശബരിമലയ്ക്ക് പോകുന്ന സമയത്ത് തലേ ദിവസം അവിടെ എന്താണ് ഭക്തിഗാനമേള, അതായത് അതിന് പറയുന്ന ഒരു പേരുണ്ടല്ലോ, ഭക്തിഗാനമേള എന്നല്ല അതിന് പറയുന്നത്, ഭജന. അതെ, ഭജനയൊക്കെ വെച്ച് വിളക്കൊക്കെ വച്ച് കന്യാസദ്യയൊക്കെ നടത്തി ബന്ധുക്കളും നാട്ടുകാരും എല്ലാവരും വന്ന് ദക്ഷിണയൊക്കെ കൊടുത്ത് അവരുടെ കാല് തൊട്ട് അനുഗ്രഹമൊക്കെ മേടിച്ച് വാഹനങ്ങളിലൊക്കെ അയ്യപ്പസ്വാമിയുടെ ഫോട്ടോയും 18 പടികളുടെയൊക്കെ ഇതൊക്കെ സെറ്റാക്കി വച്ച് ഒരു പൂങ്കാവനം മോഡലൊക്കെ ആക്കി ആ വണ്ടി മുഴുവനും പച്ചിലകളെ കൊണ്ടൊക്കെ അലങ്കരിച്ച് മലയ്ക്ക് പോകുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു പണ്ട് കാലങ്ങളിൽ. കേരളത്തിൽ ഇപ്പോഴില്ല, പക്ഷേ തമിഴ്നാട്ടിലും ആന്ധ്ര പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ഇപ്പോഴും അങ്ങനെയൊക്കെ ഫോളോ ചെയ്യുന്നവരുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചക്ക്, അതായത് ഒരു 10-12 ദിവസങ്ങൾക്ക് അപ്പുറത്ത് ഞങ്ങളുടെ വീട്ടിൻ്റെ കുറച്ച് മേലെ ഭാഗത്തായിട്ട് കുറച്ച് പേര് ശബരിമലയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. ഒരു വീട്ടിൽ നിന്ന് അമ്മൂമ്മയും 3 ചെറുമക്കളും പിന്നെ അവരുടെ അച്ഛനും ബന്ധുക്കളും കൂടിയാണ് പോയത്. ഇതുപോലെ തലേ ദിവസം ഭജനയൊക്കെ നടത്തി പഴയ മോഡലിൽ കഞ്ഞിസദ്യയും അതുപോലെ തന്നെ വീട്ടിൽ വാഹനത്തിൽ ഈ പറയുന്നത് പോലെയൊക്കെ തന്നെ അലങ്കരിച്ച് നല്ല രീതിയിൽ ശബരിമലയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു അവർ. അത് ഇപ്പോൾ കുറേ നാൾ കൂടി കാണാതെ ഇരുന്ന് കാണുന്ന ഒരു നല്ലൊരു കണ്ണിന് കുളിർമ ഉണ്ടാകുന്ന ഒരു കാഴ്ചയാണെങ്കിലും എനിക്കത് കാണാൻ പറ്റിയില്ല. അങ്ങനെ അവർ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ മോഡലിൽ പോകുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. അങ്ങനെ പോയതാണ് ഈ പറയുന്നത് പോലെ ആന്ധ്രയിൽ നിന്ന് പോയ ആളുകൾ. അപ്പോൾ ഈ വാഹനത്തിൽ പലപ്പോഴും ശബരിമലയ്ക്ക് പോകുന്നവർ ഉറച്ച് അവിടെ ഇരുന്നിട്ട് ശരണം വിളിച്ചായിരിക്കും പോകുന്നത്. സ്വാമിയേ ശരണമയ്യപ്പ, ഹരിഹരസുതനാനന്ദ ചിത്തനയ്യനയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ, സത്യമായ പൊന്നു 18 പടിയേ ശരണമയ്യപ്പ, അങ്ങനെ പോവും ശരണം വിളിയുടെ ഓരോന്നും. അതുപോലെ തന്നെ അതിനകത്ത് അയ്യപ്പസ്വാമിയുടെ പാട്ടുകളൊക്കെ വച്ചിട്ടൊക്കെ ആയിരിക്കും അവർ പോകുന്നത്. ചിലപ്പോൾ ചിലരുടെ കയ്യിലൊക്കെ ഈ തബലയും ഗഞ്ചറ ഇതൊക്കെ വെച്ചിട്ട് പാട്ട് ഭജനയൊക്കെ വണ്ടിക്കുള്ളിൽ തന്നെ സെറ്റാക്കി അതിനകത്ത് തന്നെ പാടി ആ ഒരു ഭക്തി സാന്ദ്രമായ അന്തരീക്ഷത്തിലൂടെ പോകുന്ന ആളുകളും ഉണ്ടാവും. അപ്പോൾ എന്ന് വെച്ചാൽ അത് കണ്ടിട്ട് മറ്റുള്ളവർക്ക് ഇറിറ്റേഷൻ ഉണ്ടാവേണ്ട ഒരു കാര്യവുമില്ല. അങ്ങനെ ഈ സ്വാമിമാരിങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് റോഡിൽ ഈ വാഹനത്തിലൂടെയാണ് പോകുന്നത്. റോഡിലെത്തിയപ്പോഴത്തേക്ക് ഒരു കൂട്ടം ഇസ്ലാമിക സഹോദരങ്ങൾ അവരെ തടഞ്ഞു നിർത്തി. എന്ത് തെമ്മാടിത്തര അല്ലേ! തടഞ്ഞു നിർത്തിയിട്ട് പാട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് വണ്ടി ഓടിച്ചാൽ മതി. അതെ, ഞാനിവിടെ അത് നോട്ട് ചെയ്ത് തന്നെ വച്ചിട്ടുണ്ട്. പിന്നെ അതിൽ വച്ചിരിക്കുന്ന പാട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് സൈലൻ്റ് ആയിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അത് ശരിയല്ല എന്ന് സ്വാമിമാർ എതിർത്ത് പറഞ്ഞു. പിന്നീട് കണ്ടതെന്ന് വെച്ചാൽ അവിടെ ഒരു ഭീകരമായ അന്തരീക്ഷമായിരുന്നു. ഞാനതിൻ്റെ വീഡിയോ ഇട്ടിട്ടില്ല. പിന്നെ അങ്ങനെ എന്ത് ചെയ്തെന്നോ, അവർ ആ പോയ വാഹനത്തിൻ്റെ ചില്ലുകളൊക്കെ അടിച്ച് തകർത്തു. അതിനുശേഷം സ്വാമിമാരുമായിട്ട് സംഘർഷാവസ്ഥ അവിടെ ഉണ്ടായി. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടിട്ട്, ഇതിലൊക്കെ ഉള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ ഇത് കണ്ടിട്ട് പോലീസുകാർ വെറും ഉണ്ണാക്കന്മാരായിട്ട് നോക്കി നിന്നു, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഈ പോലീസുകാർക്ക് ശമ്പളം കൊടുക്കുന്നത് അപ്പപ്പോഴും കമ്മട്ടത്തിൽ അടിച്ചെടുക്കുന്ന നോട്ടുകളല്ല.
ഈ സാധാരണപ്പെട്ട മനുഷ്യരുടെ നമ്മൾ കൊടുക്കുന്ന ടാക്സ്, GST ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വെച്ചിട്ടാണ് ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെല്ലാവരും എന്താണ് AC റൂമിലിരുന്ന് നല്ല വൃത്തിയായിട്ട് മാസം ജോലി ചെയ്ത് എണ്ണി മേടിക്കുന്നത്. അത് ഈ പോലീസുകാരായാലും ശരി തന്നെ, ഈ പോലീസുകാർക്ക് ശമ്പളം കൊടുക്കുന്നതും നമ്മൾ സാധാരണക്കാരായ ജനങ്ങൾ പച്ചരിയും മണ്ണെണ്ണയും തീപ്പട്ടിയും മേടിക്കുന്ന പൈസയിൽ നിന്നും കൂടി എടുക്കുന്നതാണ്. അതുകൊണ്ട് ഓരോ വ്യക്തികളുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതാണ് ഈ പോലീസുകാരുടെയൊക്കെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇവർ നോക്കുകുത്തികളായിട്ട് കണ്ടുകൊണ്ട് നിന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അങ്ങനെ അവിടെ അത്രയും വലിയ ഭീകരമായിട്ട് ഒരു അന്തരീക്ഷമൊക്കെ ഉണ്ടായി. പിന്നീട് എന്താണെന്ന് വെച്ചാൽ നാട്ടുകാരതിൽ കുറച്ച് ആളുകളൊക്കെ ഇടപെടാനായിട്ട് തുടങ്ങി, മീഡിയക്കാരൊക്കെ വരാൻ തുടങ്ങിയ സമയത്താണ് പിന്നീട് പോലീസുകാർ അതിൽ ഇടപെട്ടത് എന്നുള്ളത് വളരെ ലജ്ജാവഹമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് നടന്ന കാര്യമാണ്, നമ്മുടെ ആളുകളല്ല. കുറേ ആളുകൾ ചിലരെങ്കിലും വന്നിട്ട് പറയും നമ്മുടെ ആളുകളല്ല അത് ചെയ്തത് ഹിന്ദു നാമധാരികൾ വേഷം മാറി വന്നിട്ടാണ് ഇത് ചെയ്തത് എന്നൊന്നും പറയാൻ വരണ്ട. കാരണം അതിൻ്റെയൊക്കെ സ്ട്രോങ് എവിഡൻസ് ഉണ്ട്. എൻ്റെ ചാനലിൽ ഞാൻ വീഡിയോസ് ആയിട്ട് ഇട്ടിട്ടില്ല, പക്ഷെ പല ചാനലുകളിലും അതിൻ്റെ ന്യൂസാണ് കേട്ടോ. പിന്നെ അതിൻ്റെ വീഡിയോ ദൃശ്യം പോലും ഇട്ടിട്ടുള്ളവരുണ്ട് അതിൻ്റേത്. പിന്നെ നടന്നതെന്ന് വെച്ചാൽ തമിഴ്നാട്ടിലാണ് കേട്ടോ. തമിഴ്നാട്ടിൽ 50ഓളം സ്വാമിമാർ കെട്ടുമുറുക്കുകയായിരുന്നു. ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു കെട്ടുമുറുക്കുന്നത്. ചിലയിടത്തൊക്കെ എന്ന് വെച്ചാൽ വീട്ടിൽ വെച്ചിട്ട് കെട്ടുമുറുക്കും. ഇത് ക്ഷേത്രത്തിൽ വെച്ച് കെട്ടുമുറുക്കുന്നു. 50ഓളം സ്വാമിമാരുണ്ട്. അപ്പോൾ ഈ കെട്ടുമുറുക്കുന്ന സമയത്തെന്ന് പറഞ്ഞാൽ ശരണം വിളികളുണ്ടാവും. അപ്പോൾ ആ ഒരു ശരണം വിളി എന്ന് വെച്ചാൽ ഒരാൾ സ്വാമിയേ എന്ന് വിളിക്കുമ്പോൾ ബാക്കിയുള്ള സ്വാമിമാർ ശരണമയ്യപ്പോ എന്ന് വിളിക്കും. മാളികപ്പുറത്തമ്മ മഞ്ച മാതാവേ എന്നൊരാൾ വിളിക്കുമ്പോഴത്തേക്ക് ശരണമയ്യപ്പോ. വാവര് സ്വാമിയേ എന്ന് വിളിക്കുമ്പോൾ ശരണമയ്യപ്പോ. പമ്പാ നദിയേ ശരണമയ്യപ്പോ. പമ്പാ വാസനേ ശരണമയ്യപ്പോ. കർപ്പൂരപ്രിയനെ. അങ്ങനെ പോവും ശരണം വിളി എന്ന് വെച്ചാൽ അങ്ങനെ പോകുന്നതാണ് ശരണം വിളി. അപ്പോൾ എന്താണ്, ഈ ഒരു ടെമ്പിളിന് അവിടെ ഇരുന്ന് ഈ ഒരു കെട്ടുമുറുക്കുന്ന സമയത്ത് ക്ഷേത്രത്തിൽ വെച്ചിട്ടായിരുന്നു. അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു മുസ്ലിം പള്ളി ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഈ ഒരു ശരണം വിളി കേട്ടപ്പോഴത്തേക്ക് എന്താണ്, അവർക്ക് കുരുപൊട്ടി എന്ന് വേണമെങ്കിൽ പറയാം. അവർക്കത് കേട്ടപ്പോൾ കുരുപൊട്ടി. അങ്ങനെ അവിടെയുള്ള നല്ലവരായ മുസ്ലിങ്ങളല്ല, എന്നാൽ മതഭ്രാന്ത് തലയ്ക്ക് പിടിച്ച മുസ്ലിങ്ങൾ അങ്ങോട്ടേക്ക് വരാനും അവിടെ വച്ചിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും തുടങ്ങി. പറ്റില്ല, ഞങ്ങൾക്ക് ചെവി കേട്ടിരിക്കണം, നമുക്ക് ഈ ശബ്ദം ഹറാമാണ്, നമുക്ക് ഈ ശബ്ദം കേൾക്കുന്നത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, അതുകൊണ്ട് ഇതൊന്നും പറ്റില്ല എന്നും പറഞ്ഞിട്ട് വന്നു. അങ്ങനെ അവിടെയും സംഘർഷപരമായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടായതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്ക് നിങ്ങളെ ഇതൊന്ന് അറിയിക്കണമെന്ന് തോന്നി. പക്ഷേ എൻ്റെ ചാനലിലുള്ള ആളുകളൊന്നും ഇത്തരക്കാരല്ല. വർഗീയത തലയ്ക്ക് പിടിച്ച് പാഷാണമായി മാറിയ ആളുകളാരും എൻ്റെ പക്കലില്ല എന്നെനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ എന്നാലും ഞാൻ എന്ത് കാര്യമുണ്ടെങ്കിലും അതെൻ്റെ ചാനലിൽ വന്ന് പറയാറുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. എന്തിൻ്റെ പേരിലാണ് ഇതൊക്കെ നടക്കുന്നത് എന്നൊന്നും ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ സ്വാമിമാർ പാട്ട് വെച്ചിട്ട് വാഹനത്തിൽ പോയി എന്ന് തന്നെ വെക്കട്ടെ, കുറച്ച് ഉറച്ച് തന്നെ വെച്ചു എന്ന് വെച്ചോ, എന്നാൽ പോലും അത് കേൾക്കുന്ന ആർക്കും അരോചകം തോന്നേണ്ട കാര്യമില്ല. കാരണം അവരവിടെ തന്നെ പാട്ട് മുഴക്കി നിൽക്കുന്നില്ല. അവർ ജസ്റ്റ് ഇങ്ങനെ പൊയ്ക്കൊണ്ടൊന്ന് പാസ് ചെയ്യുമ്പോൾ മാത്രമേ ഇവർ കേൾക്കുന്നുള്ളൂ ആ ശബ്ദം. അതുപോലെ ശരണം വിളിക്കുന്ന കാര്യമാണെങ്കിൽ പോലും കെട്ടുമുറുക്കുന്ന ഈ 50 പേര് കെട്ടുമുറുക്കി കഴിഞ്ഞാൽ പിന്നെ ആരും അവിടെ നിൽക്കുന്നില്ല. അവരപ്പോഴേ ശരണം വിളിച്ചിറങ്ങുകയാണ് അവിടെ നിന്ന്. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ എന്താണിത്? എങ്ങോട്ടാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പോക്ക്? പണ്ടൊക്കെ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ ഓരോരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ കർശനമായിട്ട് നമ്മുടെ ഭരണാധികാരികൾ ഇടപെടുമായിരുന്നു, വിലക്ക് കൊടുക്കുമായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ആര് വേണമെങ്കിലും എന്ത് ചെയ്താലും ഒരു വിഷമവും ഇല്ല ആർക്കും. ഇത് ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പോക്ക് ശരിയല്ല കേട്ടോ. ഇവിടെ ഭയങ്കര പ്രശ്നങ്ങളും കലാപങ്ങളൊക്കെ ഉണ്ടാവാൻ ഒരുപാട് സാധ്യതയുണ്ട്. ഇനിയെങ്കിലും നമ്മുടെ ഭരണാധികാരികൾ ഇങ്ങനെ മൗനം ഭജിച്ചിരിക്കാതെ വേണ്ടുന്ന രീതിയിൽ അവസരോചിതമായിട്ട് ഇടപെടാതെ ആളുകളെ ഇങ്ങനെ കയറൂരി വിടരുത്. അത് ഹിന്ദുക്കളെ ആയാലും മുസ്ലിങ്ങളെ ആയാലും ഈ മതഭ്രാന്ത് തലയ്ക്ക് പിടിച്ച ഒരു മനുഷ്യരെ ഇങ്ങനെ കയറൂരി വിടരുത്. അവരെ ഒന്നുകിൽ വിളിക്കുക, അറസ്റ്റ് ചെയ്തില്ലെങ്കിലും അവരെ വിളിച്ച് കാര്യങ്ങൾ ധരിപ്പിക്കുക.
അല്ലെങ്കിൽ പിന്നെ ഇനി ഇങ്ങനെയൊക്കെ ആവർത്തിക്കുകയാണെങ്കിൽ തക്കതായ ശിക്ഷ അത് ആർക്കായാലും മുഖം നോക്കാതെ കൊടുക്കും എന്നുള്ള ആ ഒരു താക്കീത് കൊടുക്കുക. ഇത് പണ്ടൊക്കെ ആണെങ്കിൽ എവിടെയെങ്കിലും ഒരു കലാപമോ അല്ലെങ്കിൽ അതിനുള്ള ആഹ്വാനങ്ങളോ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ അപ്പം തന്നെ അവർക്ക് ശിക്ഷ കൊടുക്കുമായിരുന്നു. ഇപ്പം ഒന്നുമില്ല. ഇപ്പം എന്താണ്, ഇപ്പോഴുള്ള ഭരണാധികാരികളാണെങ്കിൽ ഒക്കെ കണ്ടിട്ട് മിണ്ടാണ്ട് മാറി നിൽക്കുകയാണ്. കളിക്കുമെങ്കിൽ കളി കാണാം എന്നുള്ള രീതിയിൽ അങ്ങനെ നിൽക്കുന്നതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തെ പോലും ബാധിക്കുന്ന ഒരു കാര്യമാണ്. എന്തൊക്കെ വികസനം ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു രാജ്യത്തിനകത്തുള്ളവർ കിടന്ന് തമ്മിൽ തല്ലുകയാണെങ്കിൽ പുറം രാജ്യത്തുള്ളവർ, അതും നമ്മുടെ ശത്രുക്കൾക്ക് നമ്മളെ ആക്രമിച്ച് തോൽപ്പിക്കാൻ വളരെ എളുപ്പമായിരിക്കും. അത് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ എല്ലാവർക്കും കൊള്ളാം. അപ്പോൾ എന്താണ്, അപ്പോൾ ഈ കാര്യം ഞാൻ അറിഞ്ഞപ്പോൾ നിങ്ങളെ അറിയിക്കണമെന്ന് തോന്നി. ഇന്നലെ തന്നെ ഞാൻ വീഡിയോ ഇട്ടായിരുന്നേനെ, പക്ഷേ എനിക്ക് ഇന്നലെയൊന്നും പറ്റിയില്ല വീഡിയോ ഇടാനായിട്ട്. അതാണിപ്പോൾ ഈ ഒരു വീഡിയോയുമായിട്ട് വന്നത്. ഇനി ഇതിൻ്റെ അടിയിൽ വന്നിട്ട് ഇത് ചെയ്തത് മുസ്ലിങ്ങളല്ല, ഹിന്ദുക്കൾ വേഷം മാറി വന്നിട്ട് മുസ്ലിങ്ങളുടെ വേഷത്തിൽ വന്നിട്ട് പറഞ്ഞതാണ് എന്നൊന്നും പറഞ്ഞ് മെഴുകാനൊന്നും ആരും വരണ്ട. ഇതിനൊക്കെ നല്ല സ്ട്രോങ് എവിഡൻസ് ഉള്ളതാണ്. എൻ്റെ കയ്യിലില്ലെങ്കിലും മറ്റു പല ചാനലുകളിലും ഇത് വന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ഇത് കേട്ടത്. എനിക്ക് അങ്ങനെ ആരെയും പ്രത്യേകിച്ച് മോശക്കാരാക്കേണ്ട ഒരു കാര്യമില്ല. ഞാൻ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഒന്നും വേർതിരിച്ച് കാണുന്ന ഒരു വ്യക്തിയുമല്ല എന്ന് കരുതി ഒരു സംഭവം അറിയുമ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിക്കാതിരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒന്നും പ്രത്യേകിച്ച് മറച്ചു വച്ചിട്ട് മറ്റാരുടെയും മുഖം രക്ഷിക്കേണ്ട ബാധ്യതയും എനിക്കില്ല. അപ്പോൾ എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായവരൊക്കെ നിങ്ങളുടെ അഭിപ്രായം അത് പോസിറ്റീവായാലും നെഗറ്റീവായാലും കമൻറ്റ് ചെയ്തേക്കുക. അതിനുള്ള അധികാരമൊക്കെ നിങ്ങൾക്കും ഉണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. കമൻ്റ് ഇടാനുള്ള അധികാരമൊക്കെ നിങ്ങൾക്കുണ്ട്. പിന്നെന്താണ്, വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി മറ്റൊരു നല്ലൊരു വീഡിയോയുമായിട്ട് വരാം. അതുവരെ എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും ബായ്. രാത്രി ലൈവ് ഉണ്ട്, അപ്പോൾ സഹോദരങ്ങളെല്ലാവരും വരിക. രാത്രിയിൽ ലൈവുണ്ട്, 10 മണിക്കാണ്. സഹോദരങ്ങൾ മാത്രം വന്നാൽ മതി, അല്ലാതെയുള്ള നികൃഷ്ട ജന്മങ്ങളൊന്നും വരണ്ട കേട്ടോ.